പന്തളത്തു നിന്നും കുടിശനാട്ടേക്കുള്ള വഴിയിൽ തോണ്ട ഭാഗത്ത് 5 വർഷങ്ങൾക്ക് മുൻപാണ് ഈ കടയുടെ തുടക്കം. ഇതിനു മുൻപ് 3 തവണ മോഷണമുണ്ടായി. അങ്ങനെ ഗത്യന്തരമില്ലാതെ വന്നതോടുകൂടി കടയുടമ സുരേന്ദ്രൻ ചേട്ടൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവിടെ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. 2 ക്യാമറകൾ പുറത്തും ഒരെണ്ണം അകത്തും. ക്യാമറയിൽ വിശ്വാസമർപ്പിച്ച് രാവിലെ കടയിലെത്തിയപ്പോൾ ഒരു വശത്തെ അലൂമിനിയം ഷീറ്റ് അടർത്തിയതായി കണ്ടെത്തി. സുരേന്ദ്രന്റെ നോട്ടം പോയത് CCTV ക്യാമറയിലേക്ക്. ആ കണ്ണുകൾ മൂടപ്പെട്ട നിലയിലായിരുന്നു. എന്തോ കമ്പിപ്പാര വെച്ച് അടിച്ച് കീറിയതിന് ശേഷം ഇതിനകത്ത് കയറി ക്യാമറയുടെ സ്വിച്ച് ഊരി വിട്ടതിന് ശേഷം ആവശ്യമുള്ള സ്റ്റേഷനറി സാധനങ്ങളും മറ്റ് എല്ലാം കൂടെ 10,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന സാധനങ്ങളാണ് ഇവർ പോയേക്കുന്നത്. മൊത്തം കൂടെ ഇപ്പം നമുക്ക് ഒരു 10,000-25,000 രൂപയുള്ള നഷ്ടം ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ നന്നാക്കണമെങ്കിൽ നമുക്ക് ഈ ഷീറ്റും ബാക്കിയുള്ള ഉൽപ്പന്നങ്ങളും മാറിയേക്കത്തുള്ളൂ. പണം മാത്രമല്ല, സോപ്പും ചീപ്പും കണ്ണാടിയും അടക്കം കള്ളന്മാർ കൊണ്ടുപോയി. പണം മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ മോഷണത്തിന് തട്ടുകടയിൽ കയറണോ? അപ്പോൾ തുടർ മോഷണത്തിന് പിന്നിൽ മറ്റെന്തോ ഇല്ലേ എന്നതാണ് സംശയം. വ്യക്തിപരമായിട്ടൊരു ശത്രുതയ്ക്കുള്ള ആയതല്ലേ. ഞാൻ പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വയ്യാത്ത കാരണം CML ഏതാണ്ട് മരുന്ന് 1 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ മാടക്കട അല്ലാണ്ട് വേറെ നമുക്ക് യാതൊരു വരുമാനം 5 പൈസയുടെ വരുമാനമില്ല. ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. പ്രദേശത്തെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ച് വരികയാണ് പന്തളം പോലീസ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. അഭിലാലുണ്ട്. അഭിലാലെ, സുരേന്ദ്രൻ്റെ വാക്കുകളിലുണ്ട് ആ നിസ്സഹായാവസ്ഥ അല്ലേ? ഇതാണ് ഏക ഒരു വരുമാന മാർഗം. ഇങ്ങനെയൊക്കെ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ ഇത് ഏത് മോഷ്ടാവാണോ അല്ലെങ്കിൽ മോഷ്ടാക്കളാണോ എന്നറിയില്ല. എല്ലാം മോഷ്ടിക്കും, സോപ്പും ജീപ്പും പണവും എല്ലാം. ഈ പോലീസിന് എന്തെങ്കിലും തുമ്പ് കിട്ടുന്നു, അദ്ദേഹത്തിന് സ്വസ്ഥമായ ഒരു കട നടത്താൻ ഇനി സാധിക്കില്ലേ അവിടെ? കടലമുട്ടായിയും ചെറുപഴവും നാരങ്ങാവെള്ളവും ഒക്കെ തന്നെ വിൽക്കുന്ന ഒരു നാടൻ തട്ടുകട, അല്ലെങ്കിൽ മാടക്കട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥാപനമാണ്. ഏറിപ്പോയാൽ ഒരു ദിവസം പരമാവധി വിറ്റുവരവ് എന്നുള്ളത് 1000-നപ്പുറം കടക്കാൻ യാതൊരു സാധ്യതയില്ല. അങ്ങനെ ഒരു കടയിലാണ് നിരന്തരം മോഷണം നടക്കുന്നത്. 5 വർഷമായി അദ്ദേഹം ഈ കട തുടങ്ങിയിട്ട്. ഇത് ഇന്നലത്തെ സംഭവത്തോടു കൂടി 4ാമത്തെ മോഷണമാണല്ലോ നടക്കുന്നത്. അതിൽ നിന്ന് എന്ത് ലഭിക്കുന്നു? ഇങ്ങനെ ഒരാളെ ദ്രോഹിച്ചതുകൊണ്ട് മോഷ്ടാക്കൾക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് സംശയം. എന്തായാലും മേഖലയിലെ CCTV ദൃശ്യങ്ങളെ ആശ്രയിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം തുടരുന്നത്. സമീപത്ത് ചില സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ തന്നെ റോഡ് കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ തന്നെ വീടുകളുടെ പരിസരത്ത് ഉള്ള CCTVയുടെ ദൃശ്യങ്ങൾ കൂടി ശേഖരിച്ച് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ 3 സംഭവങ്ങളിൽ നൽകിയ പരാതികളിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല, ആരും പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വലിയ സങ്കടം കൂടി സുരേന്ദ്രൻ ചേട്ടൻ പങ്കുവയ്ക്കുന്നുണ്ട്. മുൻപ് സ്വകാര്യ ബസ്സിൽ ഡ്രൈവറായിരുന്നു. വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് ജോലിയിൽ തുടരാനാകാത്ത ഘട്ടത്തിൽ ഒരു വരുമാന മാർഗം എന്നുള്ള തരത്തിൽ തുടങ്ങിയ മാടക്കടയിലാണ് നിരന്തരം മോഷണം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രതിവിധി എന്നുള്ള തരത്തിൽ CCTV ക്യാമറ പണത്തിൻ്റെ പരിമിതി ഉള്ളതിനാൽ 2 ഇടങ്ങളിൽ പുറത്തും ഒരിടത്ത് ഉള്ളിലുമായി വെച്ചതാണ്. പക്ഷേ അതുകൊണ്ട് ഫലമുണ്ടായില്ല. പിന്നിലൂടെ വന്ന് ക്യാമറയുടെ ഭാഗങ്ങൾ മറച്ചാണ് മോഷ്ടാക്കൾ കടയുടെ സൈഡ് അടർത്തി ഉള്ളിൽ കടന്ന് പണവും സാധനങ്ങളും അപഹരിച്ചത്. എന്തായാലും പോലീസിൻ്റെ ഇത്തവണത്തെ അന്വേഷണത്തിലെങ്കിലും നല്ല ഫലം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.